ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ മിക്സിയുടെ ഒരു ടിപ്പാണ് കേട്ടോ. നമ്മൾ മിക്സിയൊക്കെ ഇപ്പോൾ വൈറ്റും വെള്ള കളറുള്ള മിക്സി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും മിക്സി നമ്മൾ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ അത് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് എപ്പോഴും നമ്മൾ ക്ലീനാക്കി വെച്ചാൽ നമ്മുടെ കിച്ചണിൽ തന്നെ നമുക്ക് ഇങ്ങനെ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മിക്സി ആണെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജൊക്കെ ക്ലീനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. അല്ലാതെ ഇപ്പോൾ മിക്സിയൊക്കെ എത്ര അഴുക്ക് പിടിച്ചിരിക്കുന്ന മിക്സിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കിച്ചൺ ക്ലീനാക്കി വെച്ചാലും നമുക്കത് കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണുമ്പോൾ തന്നെ നമുക്കത് അവർക്ക് ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും നമുക്കും അവർക്കും ഒക്കെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഇതുപോലുള്ള മിക്സിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് അധികം വെള്ളമോ ഒന്നും തന്നെ ആവശ്യമില്ല. ഞാൻ ഒന്ന് വെള്ളം ഒരല്പം പോലും എടുക്കാതെ തന്നെയാണ് ഈ ഒരു മിക്സി ക്ലീനാക്കുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ യൂസ് ചെയ്തിട്ടുള്ള പഴയ ഒരു ടൂത്ത് പേസ്റ്റ് കാലിയായിട്ടുള്ള കവർ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയൊരു ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂബിൻ്റെ അടപ്പ് ഭാഗമൊന്നും എടുക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗത്തുള്ള പേസ്റ്റ് എല്ലാം നമ്മളിതിലെല്ലാം അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു കവർ യൂസ് ചെയ്ത് തന്നെ എല്ലാവിടെയും പേസ്റ്റ് മുഴുവനായി തന്നെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ ഒരു മിക്സിയുടെ വയറുണ്ടല്ലോ, ആ വയറിലും ഇപ്പോൾ നല്ലപോലെ അഴുക്കുണ്ടാവും, ആ പ്ലഗിൽ അഴുക്കുണ്ടാവും. അതിലെല്ലാം നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല. പിന്നെ അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ മേലത്തെ ആ ഒരു അടപ്പിൻ്റെ പോർഷനകത്തും ടൂത്ത് പേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളതൊരു ചെറിയൊരു കപ്പിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ ജസ്റ്റ് ഈ ഒരു കവറൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്തിട്ട്, കാരണം അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിരിക്കുമ്പോൾ നമുക്ക് അതിൽ അഴുക്ക് പോവില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ വെള്ളത്തിൽ തന്നെ ഒന്ന് മുക്കി കൊടുത്തിട്ട് നമ്മളെല്ലാവരും ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുത്തിട്ട് അത് തേക്കുമ്പോൾ തന്നെ നല്ലപോലെ ക്ലീനായി കിട്ടുന്നുണ്ട്. പിന്നെ എന്നിട്ട് നമ്മളൊരു കോട്ടൻ്റെ തുണി ഒന്ന് ജസ്റ്റ് എടുത്തു, അത് ഈ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ വെള്ളത്തിൽ ഒന്ന് മുക്കി നന്നായി ഒന്ന് നല്ലോണം പിഴിഞ്ഞെടുക്കുക കേട്ടോ. വെള്ളം ആവശ്യമില്ല, നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ആ തുണി യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായി ഒന്ന് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ സ്പോഞ്ച് യൂസ് ചെയ്യേ, അല്ലെങ്കിൽ നമ്മൾ സോപ്പ് യൂസ് ചെയ്യേ, ഒന്നും നമ്മൾ യൂസ് ചെയ്യാണ്ട് കേട്ടോ. നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് തുടച്ചെടുക്കാൻ കുറേ സമയമെടുക്കും. അതിലുള്ള ആ ഒരു സോപ്പിൻ്റെ അംശം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് വെള്ളമൊക്കെ യൂസ് ചെയ്ത് നമ്മൾ മിക്സി കഴുകരുത്, തുടയ്ക്കരുത്. കാരണം എന്താ വെച്ചാൽ അതിനകത്ത് കൂടെ ഒക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്സി കംപ്ലൈൻ്റ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ടൂത്ത് പേസ്റ്റ് തേച്ചിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് വരുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ എല്ലാം ഇവിടെ ഒന്ന് ക്ലീനാക്കുക. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തുടയ്ക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ വയറിലൊക്കെ നേരത്തെ നല്ല രീതിയിൽ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ ഒരു ജാറ് വെക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നല്ല രീതിയിൽ അഴുക്കുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ എങ്ങനെ ആക്കിയാലും പോവില്ല. അപ്പോൾ പഴയ ബ്രഷൊക്കെ ടൂത്ത് ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിലും ചിലപ്പോൾ ക്ലീൻ ആവില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഗുളികയൊക്കെ വാങ്ങിയിട്ടുള്ള ടാബ്ലറ്റിൻ്റെ കവർ ഉണ്ടാവുമല്ലോ, അതായത് ഫോയിൽ പേപ്പറിൻ്റെ രീതിയിലുള്ള കവർ ഉണ്ടാവുമല്ലോ, നമ്മൾ മുറിച്ചെടുത്തിട്ട് നമ്മൾ ടാബ്ലറ്റൊക്കെ എടുക്കുന്നത്, അങ്ങനത്തെ കവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കളയാതെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് അതിൽ നമ്മളൊരു ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തിട്ട് അതിനകത്തൊക്കെ ഇതുപോലെ ഒന്ന് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമ്മൾ കുറച്ചാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നമുക്ക് പോയി കിട്ടും. ഇപ്പോൾ ഞാൻ അതിന് അകത്തൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ആ ഒരു ടിഷ്യൂ പേപ്പർ മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല പോലെ തന്നെ അഴുക്കുണ്ടാവും. അപ്പോൾ അഴുക്കും നമ്മൾ തേങ്ങയൊക്കെ അരച്ചിട്ട് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒഴിച്ച ഒരു എണ്ണമയം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുപോലെ ഈ ഒരു മിക്സിയുടെ ഈ ഒരു ചെറിയ ഗ്യാപ്പിലൊക്കെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് പോകാനും, അതുപോലെ തന്നെ നമ്മൾ ഓണം ഓഫ് ആക്കുന്ന ആ ഒരു ഭാഗത്ത് സൈഡിലൊക്കെ ചെറിയ രീതിയിൽ അഴുക്കുണ്ടെങ്കിൽ നമുക്ക് വെള്ളയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വിസിബിളായിട്ട് നമുക്ക് കാണും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ക്ലീനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സി എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും. മിക്സിക്ക് കൂടുതലായിട്ട് കംപ്ലൈൻറ്റ് വരാണ്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് കൊണ്ട് നമ്മളിതിൽ ഒരുപാട് വെള്ളമാക്കുക അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഈ ഒരു ടൂത്ത് പേസ്റ്റും
ഈ ഒരു ഗുളികയുടെ ഒരു കവർ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മൊത്തമായിട്ടൊന്ന് എല്ലാവരുടെയും ഒന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല ഇതുപോലത്തെ നല്ലൊരു കോട്ടൻ്റെ തുണി യൂസ് ചെയ്തിട്ട് ഒരു ടവൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. നല്ല ഉണങ്ങിയിരിക്കുന്ന ടവൽ വേണം എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ മിക്സി നേരത്തെ ഉണ്ടായിരുന്ന മിക്സി എങ്ങനെയാണ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരുപാട് സമയം വേണ്ട, ഒരുപാട് ഉരയ്ക്കണ്ട, വെള്ളമൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട. ഇങ്ങനെ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ കാലി കവർ ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മൾ ടാബ്ലറ്റിൻ്റെ കാലി കവർ ഉണ്ടെന്നുണ്ടെങ്കിലും മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ മിക്സി നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര വർഷം പഴക്കമുള്ള മിക്സി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാൻ സാധിക്കും. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു മിക്സിയാണ് കേട്ടോ. ഇപ്പോഴും അത് പുതിയതുപോലെ ഇരിക്കുന്നത്. ഇതുപോലെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മൾ മിക്സിയുടെ ജാറുണ്ടല്ലോ, മിക്സിയുടെ ജാർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യും, പക്ഷെ നമ്മളത് കഴുകി വെക്കുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ അടിവശം നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കില്ല, നമ്മൾ അതിൻ്റെ ഉൾവശം മാത്രം എപ്പോഴും ക്ലീൻ ആക്കുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ അടിവശത്ത് നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട്. തൊട്ടാൽ നല്ല ഒരു വല്ലാത്തൊരു രീതിയിൽ അഴുക്കുണ്ടാവും. അപ്പോൾ അത് പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ബേക്കിംഗ് സോഡ അതിനകത്തേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പതഞ്ഞ് വരും. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് അതിലേക്ക് ചെറുനാരങ്ങ കൂടെ നമ്മളതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങയുടെ നീരും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. പിന്നെ ഞാൻ അത് ഫുള്ളായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മൾ നേരത്തെ ടൂത്ത് പേസ്റ്റ് മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു പഴയ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മളിതിനെല്ലായിടത്തും ഒന്ന് കഴുകി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ചു തരാം, നല്ല പോലെ തന്നെ അതിനകത്തുള്ള ഒരു കറുപ്പ് കളറുള്ള അഴുക്ക് നമുക്ക് നല്ല പോലെ കിട്ടും. ഇതല്ലാതെ നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ എത്ര സമയം എടുക്കും? അതൊന്നും ആവശ്യമില്ല കേട്ടോ. കണ്ടോ അതിനകത്ത് ചെറിയത് കണ്ട് അങ്ങനെ അഴുക്കും കട്ട പിടിച്ചങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഒരു മാസം കൂടുമ്പോഴൊക്കെ നമ്മളിതുപോലെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാർ എപ്പോഴും ഉള്ളിലുള്ളതുപോലെ തന്നെ ഉള്ളും പുറവും അതിൻ്റെ അകവും എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ക്ലീൻ ആയിരിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് കേടുവരാൻ, മിക്സിയുടെ ജാറൊന്നും പെട്ടെന്ന് കേടുവരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മളിതൊന്നും കണ്ടില്ല, അതിനകത്ത് നിന്നിട്ട് ഇതുപോലെ ഒരു തുണി യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുമ്പോൾ നല്ല പോലെ തന്നെ ഒരു തരം വഴുവഴുപ്പുള്ള ഒരു അഴുക്കാണ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറൊക്കെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അകം മാത്രമല്ല അതിൻ്റെ പുറകു വശത്ത് നല്ല രീതിയിൽ അഴുക്കുണ്ടാവും. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മിക്സിയൊക്കെ ഇടയ്ക്കൊക്കെ അതുപോലെ ഒന്ന് ക്ലീൻ ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേട് വരിക അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ഞാനിതവിടെ കുറച്ച് മരത്തിൻ്റെ തവി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് നാൾ യൂസ് ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ പൂപ്പലൊക്കെ വന്നതുപോലെ ഇരിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിപ്പോൾ ഓരോ പാക്കറ്റ് ഓയിലൊക്കെ വാങ്ങും. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു കവർ വെറുതെ കളയല്ലേ. ആ കവർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ആ കവറിനെ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്നിട്ട് ഇതിനകത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും അടിവശത്ത്, കവറിൻ്റെ ഏറ്റവും അടിവശത്താണ് നമുക്ക് നല്ലോണം എണ്ണ കിട്ടുക കേട്ടോ. ഇതിപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിൽ നമ്മൾ തൊടുമ്പോൾ എണ്ണ കിട്ടുവേ. ആ എണ്ണനെ നമ്മൾ മുഴുവനായിട്ട് ഈ തവിയിലൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട് നമുക്ക് വാതിലിൻ്റെ വിജാഗിരിയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ടുള്ള വാതിലും ജനലൊക്കെ ടൈറ്റായിട്ടുള്ളതൊക്കെ നമുക്ക് കറക്റ്റാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന ഒരു കവറാണല്ലോ ഓയിൽ കവർ, നമ്മൾ ആവശ്യം കഴിഞ്ഞ് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളത് കളയും. അങ്ങനെ ചെയ്യാതെ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലെ നമ്മൾ എല്ലായിടത്തും എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫുള്ളായി എണ്ണയിൽ നിന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നന്നായി ഒന്ന് തുടച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ ഒന്ന് വെയിലത്ത് വയ്ക്കുക. കുറച്ച് സമയം വെയിലത്ത് വയ്ക്കുമ്പോഴേക്കും ഈ എണ്ണയെല്ലാം അബ്സോർവ് ചെയ്ത് എടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു മരത്തിൻ്റെ തവി പൂപ്പൽ വരികയില്ല, എപ്പോഴും നമുക്ക് പുതുപുത്തനായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും. ബൈ.